ഇത് ഞങ്ങളുടെ വിശുദ്ധൻ സെബാസ്റ്റ്യാനോസ് ആണെന്ന് തിരിച്ചറിഞ്ഞ ആ കഴുകന്മാർ സെബാസ്റ്റ്യാനോസിന്റെ തിരുശരീരത്തിന് മുകളിൽ പറന്നുകൊണ്ട് ആ മൃതശരീരത്തിന് കാവലേകിയ അത്ഭുതകരമായ ചരിത്ര സത്യം ഇന്ന് കാഞ്ഞൂരിന്റെ മണ്ണിൽ ആവർത്തിക്കുകയാണ്. വിശുദ്ധന്റെ ആത്മാവ് കുടികൊള്ളുന്ന കാഞ്ഞൂരിന്റെ വിശുദ്ധ തിരുസ്വരൂപത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് നേരത്ത് കുരിശൻതൊട്ടിയിൽ പ്രവേശിക്കുമ്പോൾ അത്ഭുതകരമായി ആ ചരിത്ര സത്യം ഇവിടെ ആവർത്തിക്കപ്പെടുകയാണ്. പറന്നുയർന്നു വരുന്ന പരുന്തുകൾ ആ തിരുസ്വരൂപത്തിന് മുകളിൽ കൂടി വട്ടമിട്ട് പറക്കുന്ന അത്ഭുത പ്രതിഭാസം ഇപ്പോൾ കാഞ്ഞൂരിൽ സംഭവിക്കുന്നു. കരിപുരണ്ട ഡയോക്ലീസ് ചക്രവർത്തി വിശുദ്ധ സെബസ്ത്യാനോസിന്റെ മൃതശരീരം കൊട്ടാര ഒളിപ്പിലേക്ക് വലിച്ചെറിയുവാൻ ആജ്ഞാപിക്കുന്നു. മൃതശരീരം കഴുകന്മാർ കൊത്തി വലിച്ച് കീറി മുറിച്ച് മാംസം ഭക്ഷിക്കുന്നു കാണാൻ ആഗ്രഹിച്ച ചക്രവർത്തിക്ക് തെറ്റുപറ്റുന്നു. കത്തി ജ്വലിച്ചു കൊണ്ടിരിക്കുന്ന സൂര്യപ്രകാശത്തിൽ നിന്നും പരുന്തുകൾ തന്റെ ചിറകുകൾ വിടർത്തി ആ ഭൂമേനിയെ സംരക്ഷിക്കുന്നു. ഇതിന്റെ അനുസ്മരണമാണ് ഇപ്പോൾ കാഞ്ഞൂരിൽ നടക്കുന്നത്. കാഞ്ഞൂർ ദേവാലയത്തിന്റെ തിരുമുറ്റത്ത് അത്ഭുതങ്ങൾ സംഭവിക്കുവാൻ പോകുകയാണ്. അനുഗ്രഹത്തിന്റെ ഭൂമലരുകൾ, അനുഗ്രഹത്തിന്റെ നീർച്ചാലുകൾ നിങ്ങളിലേക്ക് ഒഴുകുന്ന അത്ഭുതകരമായ നിമിഷങ്ങളാണ് കടന്നു വരുന്നത്. ഇതാ അകലങ്ങളിൽ നിന്നും പരുന്തുകൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇതാ അകലങ്ങളിൽ നിന്നും പരുന്തുകൾ ഇതാ കാഞ്ഞൂർ ദേവാലയത്തിന്റെ തിരുമുറ്റത്ത് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. നീലാകാശത്ത് വിശുദ്ധന്റെ തിരുസ്വരൂപത്തിന് മുകളിൽ കത്തിച്ചൊലിക്കുന്ന സൂര്യരശ്മികളെ അതിജീവിച്ചുകൊണ്ട് ചന്ദ്രനും നക്ഷത്രവും വിട്ടുതിളങ്ങുന്ന അഭൂതപൂർവമായ കാഴ്ച, കാഞ്ഞൂരിന്റെ മഹത്വപൂർണമായ കാഴ്ച. ഇതാ അത്ഭുതങ്ങൾ നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട്, നഗ്ന നേത്രങ്ങൾ കൊണ്ട് ദർശിക്കുമ്പോൾ അത്ഭുതങ്ങൾക്ക് നിങ്ങളും നേർസാക്ഷിയാക്കുകയാണ്. സ്നേഹമുള്ളവരെ, വിശുദ്ധ സെബസ്ത്യാനോസിന്റെ ജീവിതം 2 ഘട്ടങ്ങളായിട്ട് തിരിക്കാമെന്ന് എനിക്കും നിങ്ങൾക്കും അറിയാം. ഒന്നാമത്തേത് അദ്ദേഹത്തിന്റെ പ്രതാപ കാലഘട്ടമാണ്. ഡയോക്ലീഷ്യസിന്റെ ഏറ്റവും പ്രിയപ്പെട്ട സൈന്യാധിപൻ, എല്ലാ പദവികളും എല്ലാ അധികാരങ്ങളും എല്ലാം ഉണ്ടായിരുന്ന തേജോമയമായ ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ ഒന്നിനും കുറവില്ല. സമുന്നതനായ ചെറുപ്പക്കാരൻ, ആരോഗ്യം, പദവി എല്ലാമുള്ള രാജാവിന്റെ പ്രിയങ്കരൻ. പക്ഷേ അതൊരു ദീർഘകാലഘട്ടമാണ്. അദ്ദേഹത്തിന്റെ 2ാമത്തെ കാലഘട്ടം ഹ്രസ്വമാണ്. കാരണം തൻ്റെ വിശ്വാസം പരസ്യമായി ഏറ്റു പറഞ്ഞതിന് ശേഷമുള്ള കാലഘട്ടം, ആ കാലഘട്ടം ചെറുതാണ്. അവിടെയാണ് അങ്ങേരുടെ ജീവിതത്തിന്റെ വിശ്വാസം മാറ്റുരയ്ക്കുന്നത്. കാരണം ആ കാലഘട്ടത്തിൽ കൂടെയുണ്ടെന്ന് പറഞ്ഞ ചക്രവർത്തി എതിരായി, റോമൻ സാമ്രാജ്യമെതിരായി. തൻ്റെ വിശ്വാസത്തിന് മുമ്പിൽ ഒരുപാട് ചോദ്യങ്ങളും ഒരുപാട് വെല്ലുവിളികളും വന്നു. ഹ്രസ്വമായ കാലഘട്ടം. പക്ഷേ സ്നേഹമുള്ളവരെ, അവിടെയാണ് ആ വിശുദ്ധന്റെ ജീവിതത്തിന്റെ വെളിച്ചവും തെളിച്ചവും നന്മയുമൊക്കെ നമ്മൾ കാണുന്നത്. വെല്ലുവിളികളെ പേടിക്കാത്ത ഒരു മനുഷ്യൻ. സ്നേഹം നിറഞ്ഞവരെ, നമുക്കറിയാം, അമ്പെയ്ത് കൊന്നിട്ടും മരിച്ചില്ല. ഊടുപാടം ഇപ്പോഴും കാണുമ്പോൾ ഈശോയുടെ കുരിശുരൂപത്തേക്കാൾ ചിലപ്പോൾ അമ്മച്ചിമാർക്ക് കരച്ചിൽ വരുന്നത് സെബസ്ത്യാനോസ് നോക്കുമ്പോഴാണ്. കാരണം ശരീരത്തിൽ ഒരു തരി സ്ഥലമില്ല അമ്പില്ലാത്തത്. ഊടുപാട് അമ്പാണ്, ഒഴുകുന്ന ചോരയാണ്. ഇത്രയും ഗതികെട്ടൊരു വിശുദ്ധൻ വേറെ ഉണ്ടാവും. ബാക്കി വിശുദ്ധന്മാരൊക്കെ ഗീവർഗീസൊക്കെ കുതിരപ്പുറത്ത് റോയലായിട്ടാണ് വരുന്നത്. എന്ത് രസമാണ് കാണാനായിട്ട്. അങ്ങനെ നിൽക്കുമ്പോൾ ഒരു പുണ്യവാൻ മാത്രം അമ്പ് കൊണ്ട് ഊടുപാട് ശരശയ്യ പോലെ കിടക്കാണ്, ചോര ഒഴുകാണ്. എന്തൊരു ദയനീയമായ കാഴ്ചയാണ്. പാവപ്പെട്ട സാധാരണക്കാരായ അമ്മച്ചിമാര് സെബസ്ത്യാനോസിനെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴും കരച്ചിൽ വരും. ദൈവം സഹായിച്ച് 6-7 അമ്പൊക്കെ ഉള്ളൂ ഇപ്പൊ ഈ സ്റ്റാച്യുവില്. അങ്ങനെയൊന്നും ആയിരുന്നില്ല, ശരീരം മൊത്തം അമ്പായിരുന്നെന്നാണ് പറയുന്നത്. അപ്പൊ സ്നേഹമുള്ളവരെ, ഈ വിശുദ്ധന്റെ അമ്പേറ്റ ഈ ജീവിതം നമ്മളോട് പറയുന്ന കാര്യങ്ങൾ നമുക്ക് മറക്കാതിരിക്കാം. അത് ഏറ്റവും പ്രധാനമായിട്ട് ഈ വേദനകളിലൂടെയും സഹനങ്ങളിലൂടെയൊക്കെ പോകുമ്പോൾ അതൊക്കെ രക്ഷാകരമാക്കി മാറ്റാൻ എനിക്ക് എങ്ങനെ സാധിക്കും? ഈ 2ാമത്തെ കാലഘട്ടത്തിൽ അമ്പേറ്റിട്ടും മരിക്കാത്ത വിശുദ്ധൻ ആര് ചെയ്യും? സാധാരണഗതിയിൽ രക്ഷപ്പെട്ടു, തടി കഴിച്ചിലായി, എന്ത് ചെയ്യണം? ഉള്ളതും കൊണ്ട് സ്കൂട്ടാവാൻ നോക്കണം. ബാക്കി കിട്ടിയ ജീവിതം കൊണ്ട് രക്ഷപ്പെടാൻ നോക്കണം. ചക്രവർത്തിയുടെ കണ്ണിൽ നിന്ന് ഓടിപ്പോവാൻ നോക്കണം. അതല്ലേ സാമാന്യം ബോധമുള്ള മനുഷ്യന്മാരൊക്കെ ചെയ്യണത്. ഇങ്ങനെ പൊട്ടനായിരുന്നു. ജീവൻ കിട്ടിയപ്പോ എണീറ്റ് നിൽക്കാമെന്നായപ്പോ ഇയാൾ ചെയ്ത ആദ്യത്തെ പരിപാടി എന്താണെന്നറിയാമോ? നേരെ രാജാവിന്റെ തേര് വരുന്ന, കുതിര വരുന്ന രാജവീതിയിൽ പോയിട്ട് വട്ടം നിൽക്കാണ്. എന്നിട്ട് ചക്രവർത്തിയോട് പറയാണ്, ചക്രവർത്തി നീ ചെയ്യുന്നത് തെറ്റാണ്. വല്ല ആവശ്യമുണ്ടോ ഈ മനുഷ്യന്?
ചക്രവർത്തി ഓർത്ത് ചത്ത മനുഷ്യൻ എണീറ്റ് വന്നതാണ്, പ്രേതമാണെന്ന് വിചാരിച്ചു സെബസ്ത്യാനോസിന്റെ. പിന്നെ ഒരു അല്പനേരം കഴിഞ്ഞപ്പോഴാണ് വെളിവ് വേണ്ടി കിട്ടിയത്, ഇയാൾ ചത്തിട്ടില്ലായിരുന്നു. ചക്രവർത്തി വിളിച്ചു, ഗത കൊണ്ടടിക്കാൻ പറഞ്ഞു, തലക്കടിച്ചു, സ്പോട്ടിൽ തീരുമാനമായി. വല്ല ആവശ്യമുണ്ടാകും. സ്നേഹം നിറഞ്ഞവരെ, ഈ രണ്ടാമത്തെ കാലഘട്ടത്തിൽ താൻ വിശ്വസിക്കുന്നതിന് തെറ്റാണെന്ന് തനിക്ക് ബോധ്യമുള്ള ഒരു കാര്യത്തെ തെറ്റാണെന്ന് വിളിച്ചു പറയാൻ, അത് ചക്രവർത്തിയാണോ രാജാവാണെന്ന് മുഖം നോക്കാതെ വിളിച്ചു പറയാൻ അദ്ദേഹത്തിന് ധൈര്യമുണ്ടായി എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ധീരത, അദ്ദേഹത്തിന്റെ വിശുദ്ധി. ഇന്നും ക്രിസ്തു ജീവിക്കുന്നത്, സ്നേഹം നിറഞ്ഞവരെ, നട്ടെല്ല് വളയ്ക്കാതെ, കുനിയാതെ, നിലപാടുകളിൽ വെള്ളം ചേർക്കാതെ, ക്രിസ്തുവിനെ തെളിച്ചത്തോടെ പറയാൻ പറ്റുന്ന, സത്യം സത്യമാണെന്ന് തുറന്നു പറയാൻ പറ്റുന്ന ആർജവമുള്ള മനുഷ്യരിലൂടെയാണ് ഇന്നും ക്രിസ്തു ജീവിക്കുന്നത്. അങ്ങനെയുള്ളൊരു സഭയ്ക്ക് ഇന്നും നിലനിൽപ്പുണ്ട്, ഇന്നും പ്രതീക്ഷയുണ്ട്. എൻ്റെ സ്നേഹം നിറഞ്ഞ കാഞ്ഞൂക്കുകാരെ, എല്ലാ കൊല്ലവും നമ്മൾ വെട്ടിക്കെട്ട് നടത്തും. നമ്മൾ മഹത്തായ നമ്മുടെ പ്രൗഢിയുള്ള നമ്മുടെ പ്രദക്ഷിണം നടത്തും. എല്ലാ കൊല്ലവും നമ്മൾ ഒരു പരിപാടിക്കും കുറവ് വരുത്തത്തില്ല. അതുകൊണ്ട് വലിയ കാര്യങ്ങളൊന്നും ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. കുഞ്ഞു കാര്യങ്ങളാണ്. സത്യത്തെ ഭയക്കാതിരിക്കുക, ക്രിസ്തുവിനെ ഭയക്കാതിരിക്കുക, മടി കൂടാതെ, ചാബല്യങ്ങൾ കൂടാതെ നിങ്ങൾ ഉയർന്നു നിൽക്കുന്ന മനുഷ്യരായിട്ട് മാറുക, നെറിവുള്ള മനുഷ്യരായിട്ട് മാറുക. ഇതാണ് ഈ കാലഘട്ടത്തിൻ്റെ വലിയ വിശുദ്ധി. വിശുദ്ധന്മാരാരും അപാരമായ കാര്യങ്ങൾ ചെയ്ത് വിശുദ്ധരായവരല്ല. The better things in life are the little things we do for others. മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന കുഞ്ഞു കാര്യങ്ങളിലാണ് വിശുദ്ധി. എത്ര കാലഘട്ടം കഴിഞ്ഞാലും നമ്മളൊക്കെ ആദരവോടെ, സ്നേഹവായ്പോടെ ഓർക്കുന്ന ഈ സെന്റ് സെബാസ്റ്റ്യൻ നമ്മുടെ ജീവിതങ്ങൾക്കൊരു പ്രചോദനമായിട്ട് മാറട്ടെ. തന്നെ കൊന്ന അല്ലെങ്കിൽ തന്നെ മുറിവേൽപ്പിച്ച അമ്പാണ് ഇന്ന് നമ്മൾ ആ അമ്പാണ് എഴുന്നള്ളിച്ച് ആദരവോടെ കൊണ്ടുപോകുന്നത്. നമ്മുടെ മുറിവുകളൊക്കെ നമ്മുടെ അനുഗ്രഹങ്ങളായിട്ട് മാറണം. നമുക്ക് ഏൽക്കുന്ന അമ്പുകളൊക്കെ നാളെ തിരിശേഷിപ്പുകളായിട്ട് മാറണം. സ്നേഹമുള്ളവരെ, വേദനകളും സങ്കടങ്ങളും രോഗങ്ങളും കടബാധ്യതയും എല്ലാമുള്ള ജീവിതങ്ങളാണ്. നമ്മളൊക്കെ സാധാരണക്കാരാണ്. നമുക്കേൽക്കുന്ന പരിക്കുകൾ, നമുക്കേൽക്കുന്ന മുറിവുകൾ, നമ്മുടെ സഹനങ്ങൾ, നമ്മുടെ രോഗങ്ങൾ, ഇതൊക്കെയും എഴുന്നള്ളിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന തിരിശേഷിപ്പുകളായ അമ്പുകളാക്കി മാറ്റാൻ നിങ്ങളുടെ ജീവിതങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ വിശുദ്ധിൻ്റെ തിരുനാളിൻ്റെ എല്ലാ മംഗളങ്ങളും, എല്ലാ പകിട്ടും, എല്ലാ ചൈതന്യവും എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ ആശംസിക്കുന്നു.